ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിൽ ഒരു വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാം. വെണ്ടയ്ക്ക മസാല വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായി വരട്ടെ. മഞ്ഞൾപ്പൊടി ഇവിടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഒരു 300 ഗ്രാം വെണ്ടയ്ക്ക ഉണ്ടാവും. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്പം വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പൊട്ടിപ്പോകാതെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി നാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞിതിൽ ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു വെണ്ടയ്ക്ക റെസിപ്പി ചെയ്തപ്പം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഈ വെണ്ടയ്ക്കയ്ക്ക് ഒരു ചെറിയ പുളിപ്പും കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കൊഴുപ്പൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇത് പിഴിഞ്ഞ് ചേർക്കുന്ന സമയത്ത് ഈ നാരങ്ങയുടെ അരി വീഴാതെ നോക്കണം. ഇതിലിപ്പം 2 അരി വീണിട്ടുണ്ട്. ഞാനിത് എടുത്തു മാറ്റിയിട്ടുണ്ട് കേട്ടോ. അരി ഇത് കടിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാവും, ഒരു കയ്പും ഒക്കെ വരും. അതുകൊണ്ട് നാരങ്ങയുടെ അരി വീഴാതെ നോക്കുക. വീണിട്ടുണ്ടെങ്കിൽ അതൊന്നങ്ങ് എടുത്ത് മാറ്റി കളയണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് വെണ്ടയ്ക്ക ഒന്ന് പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്കയിലേക്ക് ഉപ്പ് പിടിച്ചോളും. അതിനാണ് ഇപ്പോഴത്തന്നെ ഇത് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കയിൽ ഉപ്പും അത്യാവശ്യം കുറച്ച് പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ ഈ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ ഒരു 3-4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കടുകല്ല ചേർക്കുന്നത്, ചെറിയ ജീരകമാണ്. അപ്പോൾ ഈ ചെറിയ ജീരകം നല്ലതുപോലെ തന്നെ പൊട്ടി ഇതുപോലെ നമ്മുടെ ഈ ഓയിലിൻ്റെ മുകളിലേക്ക് വരണം. അല്ലെങ്കിൽ നമ്മുടെ ഈ കറി കഴിക്കുന്ന സമയത്ത് ഈ ജീരകം ഇങ്ങനെ കടിക്കുന്നുണ്ടാവും, അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അത്. അപ്പോൾ ജീരകം പൊട്ടി വന്നപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചത് ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തിക്കും ചോറിനുമൊക്കെ നല്ലൊരു കറി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവോള ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് പൊടിയാക്കിയിട്ടില്ല, എങ്കിലും ഒട്ടും വലിപ്പത്തിലും അല്ല അരിഞ്ഞിട്ടുള്ളത്. ഇതുപോലെ അരിഞ്ഞത് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ഇതുപോലെ പിളർന്നത് ഇതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയും പച്ചമുളകും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ തന്നെ നമ്മളത് വഴറ്റി കൊടുക്കണം. എങ്കിലേ നമ്മുടെ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 വലിയ തക്കാളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ
കുറച്ച് സമയം കിടന്ന് ഇതൊന്ന് വെന്ത് വരണം. ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരട്ടെ. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്നുകൂടി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അടി പിടിക്കുമെന്നുള്ള പേടി വേണ്ട. ഈ തക്കാളിയുടെ ഈ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വരാൻ ഒരു അല്പസമയം എടുക്കും. ഒരു 5 മിനിറ്റിലേറെ എടുക്കും കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചേർത്തിട്ടുള്ള തക്കാളി ഒരല്പം കൂടി വേവാനുണ്ട്. അതിനി നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെന്തോളും. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ ഈ സമയം നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പ് പാകമാണോ നമുക്ക് നോക്കാം. കാരണം നമ്മളിതിൽ ഡ്രൈ മാംഗോ പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുഴപ്പമില്ല, ഒരല്പം കുറവാണ്. അപ്പം ഞാൻ 1 ടീസ്പൂണോളം ഡ്രൈ മാംഗോ പൗഡർ ചേർത്തിട്ടുണ്ട്. ഈ ഡ്രൈ മാംഗോ പൗഡറിൽ നല്ല ഉപ്പാണ്. അപ്പം നമ്മുടെ കറിക്ക് ഉപ്പ് കൂടി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉപ്പ് നോക്കിയതിന് ശേഷം ഇത് ചേർത്ത് കൊടുത്തത്. അപ്പം നമുക്ക് ഉപ്പ് കറക്റ്റാണ്. നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ വേകാനുള്ള തക്കാളി കുറച്ച് ഞാൻ പറഞ്ഞല്ലോ മുഴുവനായിട്ട് വെന്തിട്ടില്ല. അത് ഈ സമയത്ത് നന്നായിട്ട് വെന്ത് വഴന്ന് വന്നോളും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒരല്പം ഗ്രേവിയിലാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഇതുപോലെ ഒറ്റ പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല, കുറേശ്ശായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ വഴറ്റി ചേർത്തിട്ടുള്ള സബോളയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞ് നല്ല കൊഴുപ്പായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. അപ്പം നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. സ്വല്പം നമ്മൾ വെണ്ടയ്ക്ക വഴറ്റിയ ആ ഒരു സമയം മാത്രമേ കൂടുതലായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ചപ്പാത്തി, പൂരി, അപ്പം ഇതിനൊക്കെ പറ്റിയ ഒരു കറി തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ചോറിനാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഓൾറെഡി നല്ലതുപോലെ വെന്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം വെണ്ടയ്ക്ക ഉടഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്യാം. ഒക്കെ ഈ ഗ്രേവി പോരെ കേട്ടോ, കുറച്ച് ഗ്രേവിയും കൂടെ നമുക്ക് വേണം. ഞാൻ പറഞ്ഞല്ലോ ചോറിനാണ്. ചപ്പാത്തിക്കൊക്കെയാണ് ഈ ഒരു ഗ്രേവിയിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പക്ഷേ ഞാൻ ചോറിനാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ചേർക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ. ഇനി നമ്മൾ ചേർക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കാൻ പാടില്ല. ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ്, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏകദേശം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില തൂവി കൊടുക്കണം. അപ്പം നന്നായിട്ട് എരിവൊക്കെ നമ്മുടെ ഈ വെണ്ടയ്ക്കയിലേക്ക് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിൽ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ സമയത്ത് ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. നമുക്ക് അല്പം മല്ലിയില കൂടി തൂവി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. താങ്ക് യു.